മാധ്യമപ്രവർത്തകൻ കെ.എം. ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ അപ്പീലുമായി സുപ്രീംകോടതിയിൽ. നരഹത്യാക്കുറ്റം നിലനിൽക്കുമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. നരഹത്യാക്കുറ്റം ചുമത്താൻ തെളിവില്ലെന്നാണ് അദ്ദേഹം അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നരഹത്യാക്കുറ്റം ഒഴിവാക്കിയ വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ ശ്രീറാമിനെതിരെ നരഹത്യാക്കുറ്റം നിലനിൽക്കുമെന്ന് ഏപ്രിൽ 13-ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയാണ് അപ്പീൽ. അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ ശരീരത്തിൽ മദ്യത്തിന്റെ അംശം ഇല്ലായിരുന്നു. അതിനാൽ തനിക്കെതിരെ കേസ് നിലനിൽക്കില്ലെന്നാണ് ശ്രീറാമിന്റെ വാദം. ഇത് സാധാരണ മോട്ടോർ വാഹന വകുപ്പ് പ്രകാരമുള്ള കേസാണെന്നും ശ്രീറാം ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. 2019 ഓഗസ്റ്റ് 13-ന് പുലർച്ചെ ശ്രീറാമും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ച് മാധ്യമപ്രവർത്തകൻ കെ.എം. ബഷീർ മരിച്ചത്. 2020 ഫെബ്രുവരിയിലാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 66 പേജുള്ള കുറ്റപത്രത്തിൽ 84 രേഖകളും 72 തൊണ്ടിമുതലുകളും പോലീസ് കോടതിയിൽ ഹാജരാക്കി. 100 സാക്ഷിമൊഴികളുമുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, പൊതുമുതൽ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാആണ് ശ്രീറാമിനെതിരെ ചുമത്തിയത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റങ്ങളാണിത്. മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ വകുപ്പ് 185 പ്രകാരം മദ്യപിച്ച് വാഹനമോടിക്കൽ കുറ്റം നിലനിൽക്കണമെങ്കിൽ 100 മില്ലി രക്തത്തിൽ 30 മില്ലിഗ്രാം ആൽക്കഹോൾ അംശം വേണമെന്നും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 13 രേഖകളിൽ ക്രിമിനൽ അനലൈസിംഗ് റിപ്പോർട്ടിൽ പ്രതികളുടെ രക്തത്തിൽ ഈഥേൻ ആൽക്കഹോൾ കണ്ടെത്തിയില്ലായിരുന്നു എന്നാണ് കോടതി അന്ന് നിരീക്ഷിച്ചിരുന്നത്. അന്നത്തെ കീഴ്ക്കോടതിയാണ് നരഹത്യാക്കുറ്റം നിലനിൽക്കില്ലെന്നും ഉത്തരവിട്ടത്. ഈ ഉത്തരവാണ് ഹൈക്കോടതി തള്ളിയത്. അപകടത്തിന് തൊട്ടു പിന്നാലെ രക്തസാമ്പിൾ എടുക്കുന്നത് ശ്രീറാം വെങ്കിട്ടരാമൻ വൈകിപ്പിച്ചതും ഡോക്ടറായ പ്രതി ബോധപൂർവമായ തെളിവ് നശിപ്പിക്കാനായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു.